അപ്പനും അമ്മയും മോക്ക് ദോഷമായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇതും മോളുടെ നല്ല കാര്യത്തിനല്ലേ? ഇനി മോളുടെ മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മറന്ന് ഈ കല്യാണത്തിന് സമ്മതിക്ക്. അമ്മ അപ്പ താഴെ അപ്പനോട് പോയി പറയട്ടെ മോക്ക് സമ്മതമാണെന്ന്. അതെ, അടിച്ചിട്ട് ബഹളം വെച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഇപ്പോഴത്തെ പിള്ളേരോട് സംസാരിക്കണമെങ്കിലേ ഒരു നേക്കുണ്ട്, നിങ്ങൾക്കതില്ല. മനസ്സിലായ? നിനക്കുണ്ടല്ലോ, അത് മതി. ഇതെന്താ ഈ കൗങ്ങാടുന്ന? നീ മുടിഞ്ഞു പോടി ബേബി ബേബി ബാബി ബാബി ഓഞ്ഞാവാജി ഉലദ്രോഹി ദ്രോഹി നീ നടച്ച് നടച്ച് വെളുക്കട്ടെ, കഴിച്ച് കഴിച്ച് കൊഴുക്കട്ടെ, അടപ്പ് തെറിച്ച് നടക്കട്ടെ, മനസ്സ് മടുക്കട്ടെ, പനിച്ച് പനിച്ച് കിടക്കട്ടെ, ചുമച്ച് ചുമച്ച് കിടക്കട്ടെ, പതുക്കെ പതുക്കെ മുറിയട്ടെ, തല്ലണില്ലടി, എനിക്ക് വാ ഇങ്ങോട്ട്. സോറി അപ്പ, താങ്ക് യു. മനുഷ്യൻ നാണം കെടുത്താനായിട്ട്. എടി, എന്തിന്റെ കേടാണ് നിനക്ക്? നീ ആ സ്കൂളിൽ ഓരോ ഏഴ കൂടെ ഒപ്പിച്ചു വെച്ചപ്പോൾ നിന്റെ കല്യാണം നടത്താൻ തീരുമാനിച്ചത്. എന്നിട്ടിപ്പോ നീ കാരണം നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയെ എനിക്ക്. പറയടി, എന്താണ് നിന്റെ പ്രശ്നം? സോറി അപ്പ, ഇനി ഉണ്ടാവില്ല, പ്രോമിസ്. ഇപ്പൊ എല്ലാം ക്ലിയർ ആയി. നിന്നോട് ഞാൻ പറയാട്ടാ, നിങ്ങളുടെ നേക്കിന് എന്താന്ന് വെച്ചാൽ ചെയ്തു. എടി, നീ രാവിലെ തന്നെ അടയ്ക്കാമറത്ത് കൂടി ഊർന്നിറങ്ങി എങ്ങോട്ട് പോയതാണ്? തന്നാണ്ടല്ലോ ഇങ്ങോട്ട് പോത്ത് എനിക്ക് ഒളിച്ചോടാൻ ഐഡിയ പറഞ്ഞേ. എടി, ഒളിച്ചോടാൻ പറഞ്ഞാലേ ബാഗും തൂക്കി വഴി കൂടി ഓടാനല്ല, പ്രേമിച്ചിട്ട് ഒളിച്ചോടണം. പ്രേമിച്ച് ഒളിച്ചോടാനാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച കല്യാണത്തിന് നിന്ന് കൊടുത്താൽ പോരെ. നല്ല വർഷം നല്ല അടക്കിരുന്ന പോകുമായിരുന്നു. എടി, നിന്റെ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? അപ്പൊ നീ പറഞ്ഞ കേൾക്കണ കെട്ടിയോ വേണ്ടേ? ആരും നോക്കാത്ത ഏതെങ്കിലും ഒരുത്തൻ പ്രേമിക്ക്. അതാവുമ്പോ നിനക്ക് എന്ത് ചെയ്യണോ ചെയ്യാ. അങ്ങനെ ഇപ്പൊ ആരാ? എന്തോരം പേരാ? ആണോ? ഒരുപാട് പേരുണ്ട്. ഒന്ന് ചിരിച്ചാണിച്ചാലേ നിന്റെ ഗൂഗിൾ പേയിൽ ഒരു മെസ്സേജ് അയക്കും. എനിക്കങ്ങനെ ഒരു ആവശ്യം വരാത്തോണ്ടാണ്. ഇടി, അങ്ങനെയുള്ളവന്മാരായിട്ട് കൂടുതൽ. ഉദാഹരണത്തിന് ഇവിടെ എത്ര നേരം ഇങ്ങനെ ഇരിക്കാനാ? വീട്ടിലും കയറാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. കുറച്ചേരത്തെ കാര്യമുള്ളൂ. പിന്നെ ചേട്ടാ, പ്രേമാവുമ്പോ നമ്മൾ കുറച്ച് റിസ്ക് ഒക്കെ എടുക്കണം. മെനങ്ങാന്നല്ലേ നമ്മള് പ്രേമായ. അതിന് ഇത്ര റിസ്ക് എടുക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. നിന്റെ വീട്ടുകാരാണെങ്കിൽ എൻ്റെ ഓഫീസിലും വീട്ടിലും എല്ലാം കയറി നിരങ്ങുമോ? ഇവിടെ എന്തായാലും വരൂല. പേടിച്ചു തോന്നി. അയ്യോടാ, അടച്ചേന് വെച്ചാ വച്ചുണ്ടാവും. അടച്ചില്ലെങ്കിൽ അവന്മാരെ അടിച്ചുണ്ടാവും. അപ്പൊ ഇന്നൊരു ലഹരി വിരുദ്ധ പോസ്റ്റർ. നിന്റെ വീട്ടുകാര് കല്യാണം കഴിഞ്ഞാൽ കുഴപ്പമൊന്നും ഇല്ലായിരിക്കല്ലേ? എന്ത് കുഴപ്പം? കല്യാണം കഴിഞ്ഞാണ്ട് കുട്ടികളൊക്കെ എല്ലാം ഓക്കെ. വാട്ട്? ഈ രണ്ട് കുട്ടികള്
അയ്യോ സൂചേട്ടാ, സൂചേട്ടൻ എന്താ പറ്റി? നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് അറിഞ്ഞപ്പോ തന്നെ സന്തോഷായി. അവക്ക് ഈ ഒരു പ്രേമം മാത്രമേ പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂന്നേ. ആ ഇനി ഒരു കുഴപ്പം ഉണ്ടാവില്ല. ഞാൻ അവളോട് സംസാരിച്ചു, അവക്ക് കല്യാണത്തിന് സമ്മതം. അവന് ഓടിക്കളഞ്ഞടി ഒറ്റ ഓട്ടം. പാവം. അല്ലെങ്കിലും നിന്റെ ഈ ഫാമിലി ബാങ്കോട് വെച്ചിട്ടേ ഇങ്ങനത്തെ മെമ്മറി സെറ്റ് ആവും. നീ വല്ല ഗുണ്ടുകളെയും പ്രേമിക്കണം. എന്തൊരു ഐഡിയ അടി. നീ എന്തിനൊക്കെ ഐഡിയ ഒക്കെ പറഞ്ഞിരുന്ന? എനിക്കൊരു റാപ്പർ ആവണം. നീ രക്ഷപ്പെട്ടിട്ട് വേണം എനിക്ക് രക്ഷപ്പെടാൻ. ആണല്ലേ? നീ എനിക്ക് ഇങ്ങനെ ഐഡിയ പറഞ്ഞതിന് പകരം നിനക്ക് വല്ല ഡാപ്സിക്കോ ഹനുമാൻ എന്നെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചൂടെ? ബിഗ് സ്റ്റോപ്പാ. അങ്ങോട്ട് പറയും, ഇങ്ങോട്ട് വേണ്ട കേട്ടാ. വേണ്ട, ഗുണ്ടല്ലേ, കണ്ടുപിടിച്ചാ അടങ്ങ്. ഇന്ന് ഇപ്പോ ഇവിടെ വെച്ച് കാശ് തന്നാ നിന്റെ പ്രശ്നം. അല്ലെങ്കിൽ ആരും പറഞ്ഞിട്ട് കാര്യമില്ല. നിന്റെ തല ഇവിടെ കിടന്നു. ഉറപ്പല്ലേ? അയാൾ ഓക്കെ ആയിരിക്കല്ലോ അല്ലേ? അയാൾ കറക്റ്റ്. അങ്ങനെയാണെങ്കിൽ നീ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കണം അപ്രോച്ച് ചെയ്യേണ്ടത്. സ്റ്റെപ്പ് 1 ചിരി, സ്റ്റെപ്പ് 2 നമ്പർ വയ്ക്കണം, സ്റ്റെപ്പ് 3 പ്രേമം, സ്റ്റെപ്പ് 4 ഒളിച്ചോട്ടം. ഇന്നിപ്പോ സ്റ്റെപ്പ് 1 മാത്രം മതി. പൊക്കോ. ചിരിച്ചേക്കണേ. എന്താടാ എടാ, നീ കരഞ്ഞുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. എനിക്ക് അങ്ങനെ യാതൊരു വികാരവും ഇല്ല. മനസ്സിലായോടാ? എന്താടാ മധുര മധുര മൃദു മമ മീനാക്ഷി. എനിക്ക് ചേട്ടനോട് ഭയങ്കര ആരാധന. മധുര മധുര മൃദു മമ മീനാക്ഷി. ഈ ആരാധന എന്ന് വെച്ചാ ഈ പ്രേമം. പ്രേമം എന്തോടെ നോക്കണ? എന്ന് മുതലാണ് ഈ പ്രേമം? ചേട്ടന്റെ നമ്പർ എന്ന് പറഞ്ഞ 86066000. അല്ല, ഞാൻ വിളിക്കാട്ടോ. അപരിചിതമായ സ്ത്രീക്ക് നമ്പർ കൊടുക്കണ്ടായിരുന്നു. ആശാനാ തുപ്പലോടച്ചിട്ട് പറ. നീ എങ്ങോട്ട് പാടാ? ഗൂഗിൾ പേ ചെയ്യടാ. ഇതാണ് നിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഈവൻ ഇത്രയൊക്കെ മതി. ആശാന്റെ ഭാര്യ നമുക്ക് ചേച്ചിയില്ലേ? ഏത് ഭാര്യ? ഇന്ന് കണ്ട കൊച്ച പ്രായം കൊണ്ടല്ലടാ, പദവിയുണ്ട്. എടാ, നീ നമ്പർ കറക്റ്റ് ആയിട്ടാണോ കൊടുത്തത്? ആശാന്റെ നമ്പർ ഞാൻ തെറ്റിക്കും. ഇല്ലടാ, നീ എന്തൊരു സ്പീഡിലാടാ പറഞ്ഞ്, ഒന്നും മനസ്സിലായി കാണൂല. ഇല്ല ആശാനെ, ഇതിലെന്താണ്ടൊക്കെ ഒരു കുഴപ്പമുണ്ട്. അല്ലെങ്കിൽ പിന്നെ അവളെ പോലത്തെ ഒരു പെങ്കൊച്ചക്ക ആശാനെ പോലത്തെ ഒരു നാറിനെയൊക്കെ പ്രേമിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.
ആ ചിലപ്പോ ഇനി വല്ല ഇൻഷുറൻസ് ഏജന്റ് വല്ലതും ഒക്കെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോ വല്ല പോളിസിയുടെ കാര്യമൊക്കെ പറഞ്ഞ് വിളിക്കും. ഡേ അവൾ എന്നെ കണ്ടപ്പോ ചിരിച്ച ചിരി കണ്ട? ആ ചിരിയിലുണ്ടായിരുന്നടാ അവൾക്ക് എന്നോടുള്ള ലവ്. പിന്നെ അത് കണ്ടിട്ട് എനിക്ക് ആശാനെ കളിയാക്കി ചിരിക്കണായിട്ടാ തോന്നിയത്. ഇവൻ ഭയങ്കര നെഗറ്റീവ് ആണ്. ഇങ്ങനെ താടാ അവളായിരിക്കോ? ഹലോ ഹലോ പീറ്റർ അല്ലേ? ആ ഞാനാ ചേട്ടന്റെ ഷീബ. നമ്മുടെ ബന്ധം അടുത്ത ലെവലിലേക്ക് പോകാൻ സമയമായിരിക്കുന്നു. ഓ ഞാൻ വിളിച്ചോളാം. ചക്കര ഉമ്മ. ആയിക്കോട്ടെ. ചക്കര ഉമ്മ. ആശാന് ചേച്ചി എന്താ പറഞ്ഞു? പീറ്റർ ഏട്ടനല്ലേ? നമ്മളുടെ പ്രേമം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സമയമായി. നാളെ വിളിച്ചോളാം. ചക്കര ഉമ്മ. ചേട്ടത്തെ എന്ത് നോക്കിക്കാണ് 3 ദിവസമുള്ള കല്യാണത്തിന്? വെറുതെ എല്ലാവർക്കും ഞാൻ തന്നെ കണ്ടു വെച്ചത് കഷ്ടമാണ്. പോയി പണിയെടുക്കേട്ടാ. ബേബി ചേട്ടോ മോള് പോയി. வாழ்க்கை என்பதே அன்பினில் എനിക്കറിയാൻ പാടില്ലട്ടാ. ആരാണ്? സ്ത്രീയാണല്ലോ. ആണല്ലേ? ഇതെന്താണിത്? വീണ്ടും വീണ്ടും ചിക്സ. അതിനിപ്പോ എന്താണ്? ആശാൻ സുന്ദരനല്ലേ? ചേച്ചി എടാ ഇവള് മറ്റന്നാളിലെ വരാന്ന് പറഞ്ഞ. ഇനി ഇന്നാണ് മറ്റന്നാള്. ഇന്നൊന്നുമില്ല. മറ്റന്നാള്. എടാ അത് മറ്റന്നേല്ലേ? മറ്റന്നേണ്. അത് മറ്റന്നേണ്. പേരെന്തായിരുന്നു അവളുടെ പേര്? ആശാൻ എന്താണ് ഈ ആലോചിക്കണ? അവളൊന്ന് വിളിച്ച് എണീപ്പിക്ക്. എടാ അവളുടെ പേരെന്തായിരുന്നു? ഇവളുടെ പേര് എനിക്കറിയാതെ. എടാ എന്താണ് ചാവച്ചെന്താണ്ട് ഒരു പേരായിരുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ച് അവളൊന്ന് എണീപ്പിക്ക ആശാനെ. എടാ നമ്മൾ വിശ്വസിച്ച് ഒരു പെണ്ണിറങ്ങി വന്നിട്ട് അവളുടെ പേരറിയില്ലെന്ന് വെച്ചാൽ മോശമല്ലടാ. ഇതിപ്പോ എത്ര നേരം ആശാനി കിടന്ന് ആലോചിക്കാൻ തുടങ്ങിയിട്ട്. പേരറിയാൻ പാടില്ലെന്നല്ലേ ഉള്ളു. അവളൊന്ന് തോണ്ടി വിളിച്ച് എണീപ്പിക്കാൻ പാടില്ല. ഒന്നും ശരിയാവില്ല. എന്താണ് ആശാനെ? കെട്ടാമണ പെണ്ണല്ല ആശാനെ. അങ്ങോട്ട് തട്ടി വിളി ആശാനെ. മനുഷ്യനെ ടെൻഷനാക്കണ്ട. തട്ടി വിളിക്കാതെ. ഞാൻ മോളെ ചക്കരയാ. അതിപ്പോ ഞങ്ങള് ജസ്റ്റ് ഇപ്പൊ വന്നുള്ളൂ. ആ കുട്ടി പറഞ്ഞോളൂ. ജാഫറെ അണത്തിനിടങ്ങിയാണ് ഞാൻ ഡീൽ ചെയ്തോളാം. എന്നെ കൈവിടില്ലല്ലോ അല്ലേ? ഒരിക്കലും കൈവിടില്ല. അത് മതി. പേര്? ഷിബ ബേബി. ബേബി. ബേബി അതാണ് എന്റെ ഡാഡി. റിയൽ ബേബി. ഡാഡി 2 minutes. വിട്ടേ മോളെ. ബാക്കിയുള്ളവർ വാ. പോരട്ടെ. കം ഓൺ. ജാഫറെ അവിടേക്ക്. ജാഫറെ. ഹായ് ജാഫർ. എന്താണ് ഇത്? ജാഫറെ നീയും ഗുണ്ട ഞാനും ഗുണ്ട. ഒരു ഗുണ്ട വേറൊരു ഗുണ്ടയുടെ ലൗകിക ജീവിതം തകർക്കാൻ നോക്കരുത്. എന്റെ പൊന്നു ജാഫറെ, നിന്നോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ പറയണത്. ഇവളൊക്കെ കെട്ടി ഇതിന്റെ ജീവിതം വെറുതെ പെയിൻഫുൾ ആക്കണം. ഇങ്ങനൊന്നും പറയലെന്റെ ജാഫ്രിക്ക. പറയാതെ പിന്നെ
ഇവളെ കെട്ടിക്കഴിഞ്ഞ ഇവള് പഠിക്കാനാണ് കോളേജിലേക്കാണെന്ന് പറഞ്ഞ് ഇവിടുന്ന് പോകും. അവസാനം വല്ല പയ്യന്മാരോട് ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ നിന്റെ ജീവിതം വെറുതെ കോഞ്ഞാട്ടാവട്ടാ. എടാ അവളെ പഠിക്കാനൊന്നല്ല, പച്ചക്കറി വാങ്ങാൻ പോലും ഞാൻ അയക്കില്ല. എന്റെ രാജകുമാരി അവൾക്ക് വീട്ടിൽ നിന്ന് പോലും പുറത്തിറങ്ങേണ്ടി വരില്ല. ഓക്കെ, എതിർത്താൽ പഴയതൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിന്നെ മൂക്കിടിച്ച് പിടിച്ച് താടി പിടിച്ച് കറക്കി ഞാൻ വലിച്ചെറിയോടാ. നീ ഡയലോഗ് എടുത്തിട്ട് ആക്ഷനിലേക്ക് വാടാ, ആക്ഷനിലേക്ക്. ഇത്രയൊക്കെ സ്നേഹം എനിക്ക് താങ്ങാൻ പറ്റില്ല കേട്ടോ. പോവാൻ ജാഫ്രിക്ക. പോട്ടെ ജാഫ്രെ. ഡാഡി ഫ്രണ്ടിലാണോ ഇരിക്കുന്നത്? അയ്യോ, ഡാഡിയുടെ മമ്മി. വെറുതെ ചന്തയെ കൂടി ഗുണ്ടായിസം കാണിച്ചാടന്ന് ആശാനെ പിടിച്ച് കൊരങ്ങാക്കി വിട്ടു. ഹലോ, ആരാ അടിച്ചതിന്റെ ഷേപ്പ് മാറ്റിക്കളെ. പീറ്റർ മനസ്സിലായോ? കഴിച്ചായിരുന്നു അച്ഛൻ. അല്ലെങ്കിൽ ജസ്റ്റ് ഇന്നലെ 2 വാക്ക്. ആ 2 നല്ല വാക്ക് നിന്റെ വീട്ടിൽ കൊണ്ടുവച്ചു. ആയിക്കോട്ടെ, എനിക്കൊരു ഏണി വെച്ചുതരാൻ പറ്റിയ ഒരാളെ കിട്ടിയ ഞാനപ്പോ ചാടും. എടി നിന്നെ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വിടല്ല. എന്നെയാണെങ്കിൽ അങ്ങോട്ട് കയറ്റണമില്ല. പിന്നെ നിനക്ക് ഏണി വെച്ചുതരാൻ ആളെ എവിടെ നിന്ന് കിട്ടാനാ? അതൊക്കെ കിട്ടും. നിന്റെ ആത്മവിശ്വാസം ഞാൻ തകർക്കള്ള. അനീഷേട്ടാ, എന്തോ ഇനി ഇങ്ങോട്ട് വിളിക്കണ്ട, ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം. ബൈ. അവനെ നിങ്ങളെ പോണം, ഒരുപാട് പണിയുണ്ട്. ഹലോ എന്ത് ചെയ്യാ? ഞാൻ വീട്ടിൽ നിന്ന് കടയിൽ പോവാ മോളെ. ഞാൻ കുളിക്കാൻ പോവാണേ. ഒരു കുളി വീട്ടിലെ ചെല്ലൊന്നും കൊണ്ടാൻ പറ്റില്ല. അവിടെ വെച്ചേക്ക് എല്ലാവരുടെ കോട്ടാ. മുത്തശ്ശിയുടെ തിമിരത്തിന്റെ ഓപ്പറേഷന് പോവാ. വയസ്സാങ്കാത്തി പാടത്തിന്റെ കണ്ണു കുത്തി കയറണോ? കുത്തിക്കീഴല്ലടാ ഡേച്ചറാ. മോനെ, ഈ അവസ്ഥയിൽ നിന്നെ തനിച്ചേക്ക് പോണേൽ അമ്മക്ക് വിഷമമുണ്ട്. നീ സമയത്ത് ഭക്ഷണമൊക്കെ കഴിക്കണം. നിങ്ങൾ ഇങ്ങനെ അതും പറഞ്ഞു അവനെ രോഗിയായി കാണരുത്. എന്റെ കുഞ്ഞായി, അവന്റെ കാര്യം നോക്കാൻ അവനറിയാം. അത് തന്നെ ഞാനും പറയാൻ വന്നത്. ആ എല്ലാരും ഇറങ്ങിക്കോ, വേഗം പോവാം. അതെ, സൊസൈറ്റിയിലെ ആധാരം പണയത്തിലാണ്. എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല. നീ എന്തുദ്ദേശിച്ചാലും ഇങ്ങോട്ട് വന്നെന്ന് എനിക്കറിയാൻ പറ്റില്ല. എന്താ സുഖു? ആ സുഖു, എന്റെ വണ്ടി 2 ദിവസം ഇട്ട് ഭയങ്കര കംപ്ലൈന്റ്. സ്റ്റാർട്ടൊന്നും ആവണില്ല. നന്നാക്കാൻ കൊടുത്തില്ലേ? ആ നന്നാ കൊടുത്തിട്ടുണ്ട്. 2 ദിവസത്തിൽ കിട്ടും. അതുവരെ നിന്റെ വണ്ടി ഒന്ന്. എൻ്റെ വണ്ടി ആർക്കും കൊടുക്കാറില്ല, നിനക്കറിയാല. ഓഹോ, ഇത്രയൊക്കെയായിട്ടും വണ്ടി എന്തുകൊണ്ടാ? നിനക്കിനൊന്ന് കൊണ്ടുവിടാൻ പറ്റുമോ? എനിക്കൊരു ലൈൻ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് രാത്രി വീട്ടിലേക്ക് എല്ലാം വേണ്ടിട്ടുണ്ട്. കുഞ്ഞായി, നിന്റെ കല്യാണമല്ലോ അടുത്ത വർഷം. കല്യാണമൊക്കെ അടുത്ത വർഷോടാ. മനുഷ്യനാണോടാ ആദ്യം, എന്നിട്ടുണ്ടാക്കുക കല്യാണം. നിന്റെ ഒന്ന് കള്ളവടിക്ക് കാവലിക്കാൻ എന്നെ കിട്ടൂല. ഇവിടെ എന്തോ പരിപാടി കിടക്കണ്ടല്ലോ. പന്തലൊക്കെ ഇട്ടുണ്ട്. അവളുടെ വീട് അടുത്തെങ്ങനെ വേണം? അടുത്തെങ്ങല്ല, അത് തന്നെയാ. നാളെ അവളുടെ കല്യാണം. അവളുടെ കല്യാണം. എടാ കോപ്പ, ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ സീനൗട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഇത് എന്നെക്കാ നന്നായിട്ട് അവക്കറിയില്ലേ? എന്തെങ്കിലും കാണാൻ വരാൻ പറയൂ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ റൗണ്ട് അടിച്ചിട്ട് 1/2 മണിക്കൂർ പോരാ. അതൊന്നും പറ്റില്ല. കല്യാണം ഇവിടെ എന്തേലും പറ്റിയാലേ എനിക്കതല്ലോളാ. എടാ നിനക്ക് 4 കിട്ടണോടാ, എന്നാലും നീ പഠിക്കോളൂ. രാവിന്റെ കാവൽക്കാരനാ മിന്നാമിനിങ്ങേ, നിനക്ക് കാവൽ ഞാൻ നിൽക്കട്ടെ.
അനീഷ അതാരാ? നിങ്ങൾ ആരോടെ കൊണ്ടിട്ട് കുഞ്ഞായിന. ആ എന്നാ ഞാൻ കുഞ്ഞാടെ വേണ്ട ഞങ്ങൾ അവൻ വേറെ വഴി ഒളിച്ചോടിയിട്ടുണ്ട്. അവൻ ഒളിച്ചോടുന്ന എന്റെ അടുത്ത് പറഞ്ഞല്ലോ കേട്ടോ. ആഹാ എല്ലാ കാര്യം നിങ്ങളടുത്ത് പറയണോ? സോറി, നിങ്ങളുടെ പേഴ്സണൽ കാര്യം എനിക്ക് അറിയണ്ട. അതെല്ലേ മാറിയിരുന്നേ. ചേട്ടാ വരുന്നവർക്ക് ഞാൻ ആരോട് ഒളിച്ചു കൊടുക്കുന്നത് യാതൊരു ഐഡിയ ഇല്ല. ആറ് കൈ ഇടല്ലോ. ഇതെന്താണ് എന്തൊരു കഷ്ടം, വേഗം കയറൂന്ന്. മര്യാദക്ക് വീട്ടിൽ തന്നെ വിളിച്ചോണ്ട് ഇപ്പൊ നാട്ടുകാരൊക്കെ ആ നമ്പർ പ്ലേറ്റ് ഒന്ന് പൊത്തോ. അവരൊക്കെ പോയേട്ടാ. കൈയെടുത്ത് ചേട്ടന്റെ മാനസികാരോഗ്യം ഓക്കെ ആയാ? നിന്നെ എന്റെ വീട്ടിലോട്ട് കൊണ്ടുപോകാനാ. നീ അവനെ വിളിച്ച എങ്ങടച്ച് പോക്കോ. ഞാൻ പോവേണു. ഇനി രാത്രിയിൽ ഇവിടെ ഒറ്റക്കാക്കിട്ട് പോവാൻ പോകണോ? ഞാൻ പോവേണു. ഒറ്റക്കാക്കിട്ട് പൊക്കോ. എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് കൊല്ലട്ടെ. ഇനി ആരും കൊന്നില്ലെങ്കിലേ ഞാൻ നടുക്കോട്ടേക്ക് നിന്നോ. വെളുപ്പിന് 4 മണിക്ക് ഒരു ബസ് വരും. അതിന് ഫ്രണ്ടിൽ കയറി ചാവ്. എനിക്കെന്താണ് ഞാൻ നിങ്ങളോട് അറിഞ്ഞിട്ട് എല്ലാവരും കണ്ടാണ് എനിക്കിത് പറ്റിയ നിങ്ങൾ തൂങ്ങും. ഒന്ന് വാങ്ങ. ഞാൻ ഒരു സ്ത്രീ നമ്പറൊന്നുമില്ല. ഞാൻ ക്യാഷിലായിട്ട് പിടിച്ചാണ് ഏട്ടാ വീഴാതിരിക്കാൻ. പതിത ഹൃദയ കവന വദന പതിത ഹൃദയ ലൈഫിൽ ഇത് പുതിയൊരു സംഭവമാ. പതിത ഹൃദയ കവന വദന പതിത ഹൃദയ തകിടതിനി എന്തൊരു ട്രാജഡിയാ. എടാ കണ്ടുപിടിച്ചോടാ, ബോണറ്റിന്റെ സാധനം കണ്ടുപിടിച്ചോന്ന്. പിന്നെ ഈ ഡോറിന്റെ ലോക്ക് കണ്ടുപിടിക്കാൻ 1.5 മണിക്കൂർ എടുത്ത്. പിന്നെ ഈ ബോണറ്റിന്റെ അതെ എത്ര മണിക്കാ കല്യാണം? 9:30. ഇവിടെ വല്ലതും നടക്കുവോ? ആ നടക്കും. നമ്മൾ രണ്ടുപേരും നടന്നു പോണ്ടി വരും. നിന്നോട് ഞാൻ ഇതിൽ ഫുൾ ടൈം ഡീസൽ അടിക്കാൻ പറഞ്ഞാ, എന്നിട്ട് അടിച്ചാ? ഡീസലോ? അപ്പൊ ഈ വണ്ടി പെട്രോൾ അല്ലേ? പെട്രോളോ? നിന്റെ നമ്മുടെ കല്യാണപ്പെടല്ലേ പോകുന്നേ? ഇവളിത് മുറിവൂണ്. ഒരിടത്തൊരു നാളിൽ ഒരിക്കൽ ഉൾട്ടയടിച്ചൊരു കല്യാണം. തീക്കനലിത്തിരി നാക്കിലെടുത്ത് വിഴുങ്ങണ പോലൊരു ഡേയാണ്. അരയും തലയും മുറുകും നേരം കരലലിയിച്ചൊരു സാഡ് സ്റ്റോറി. കാതലിനി കരയാതിരിനി പുതുപാതയിലോടണ പയനമിതാ. പലവിധമാക്കി തലവിധി തട്ടിച്ചുമലിലതേറ്റി വഴി നിറയെ വളവും തിരിവും ദുരിതമയം ലൈഫോ ഇനി ലോസോ. നേരെ ദൂരെയൊരു നാട്ടിൽ പോകാനുണ്ട് KSRTC. നോക്കാൻ ഭാരമേറിയൊരു ടാസ്കും കാക്കാൻ കയ്യിലെന്റെ തന്നെ ഫ്യൂച്ചർ. ആ പുതു കൗരണിഞ്ഞ യുവതി ഗൗരവത്തിൽ ഇരുന്ന്
ഒറ്റയ്ക്കാണോ? ഞാൻ കൊണ്ടാക്കണോ? പറഞ്ഞോളൂ. ഹലോ, ആ അഡ്രസ് ഉണ്ടെന്നല്ലേ പറഞ്ഞ കയ്യിൽ? കയറിക്കോ, ഞാൻ ഡ്രോപ്പ് ചെയ്യാം. ഹലോ, പതുക്കെ അടച്ചാൽ മതി. സോറി ഏട്ടാ, ഞങ്ങളുടെ നാട്ടിലേക്ക് ജീപ്പായോണ്ട് അതെനിക്ക് ശീലം. സോറി. ഇതിനകത്ത് എല്ലാം വളരെ പതുക്കെ ചെയ്താൽ മതി. ഡോ, താൻ കരയാണോ? അയ്യേ, എന്തിനാ കരയുന്നേ? നമ്മള് ഇപ്പൊ എത്തുമല്ലോ, പിന്നെന്താ? ശരി, വിശന്നാ താൻ കരയോ അല്ലേ? ചിലപ്പോഴൊക്കെ. ഇപ്പൊ എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇതെങ്ങനെ കരയുമ്പോ തുടയ്ക്കാനാണോ ഈ സാധനം അങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത്? ഫാഷനാ ചേട്ടാ. ഓ, കസ്റ്റം മെയ്ഡാ. എങ്ങനെയുണ്ട്? അത്ര പോരാ. ഇയാളുടെ കരച്ചിൽ കാണാൻ ഒരു ഭംഗിയുണ്ട് കേട്ടോ. അതെല്ലേ, സുജിനോട് പറയായിരുന്നു എന്നെ കരച്ചിലുള്ള ഭംഗിയാന്ന്. കണ്ട എങ്ങനെയുണ്ട്? ഇനി ഞാൻ കരയുന്നാണെന്നോ? സുജിൻ ഒളിച്ചോടി പോയേ? അതിനോട് ചോടുന്ന എന്തിനാ? കല്യാണം കഴിച്ചാ പോരെ? ഇനിയിപ്പോ എത്തുമല്ലോ, എല്ലാം നേരിട്ട് ചോദിക്കാം. എത്താറായി. Head north on lane C, then turn left. ഇവിടെ എവിടെയാണെന്നാ തോന്നുന്നത്.
ഇറങ്ങുന്നില്ലേ? എനിക്ക് വേണ്ട. ടെൻഷൻ വരുമ്പോഴേ ചോക്ലേറ്റ് കഴിക്കുന്ന നല്ല ടെൻഷൻ കുറയും. ചില നേരം ചിരിതൂകുന്നൊരു ചോക്ലേറ്റ് മധുരമിവൾ, ചില നേരം തലമേൽ വീഴും ഹാമർ പോലെ ഇവൾ. പല വരി ഇങ്ങനെ മാറി മറിഞ്ഞൊരു ചോദ്യ പേപ്പർ നീ, ഉടനടി മറുപടി അറിയില്ലാത്തൊരു റോളർ കോസ്റ്റർ പോലെ ഇവൾ. സിജിനെ കാണുമ്പോൾ കുറച്ചും കൂടി ഭംഗിയായിരുന്നോട്ടെന്ന് വെച്ചിട്ടാ. നല്ലതാ. അതിലുണ്ടോ? ശരി ഏട്ടാ, ചേട്ടനെന്നാ പൊക്കോ. താങ്ക്സ്. താൻ ആദ്യം പോയി നോക്കിയിട്ട് വാ. ഡോ, ഓൾ ദി ബെസ്റ്റ്. താങ്ക്സ്. ബാഗ് ഇവിടെ വെക്കണ്ടേ? ചേട്ടാ, ആളുടെ ഫ്ലാറ്റ് ആണെന്നറിയോ? ആ, ഇയാളെ എനിക്കറിയാം. കുറച്ചാൽ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇവിടെ ഇല്ലേ? ഒന്ന് കാണിച്ച്. ഇയാളെ അറിയാമല്ലോ. ഇയാളൊരു 1.5 വർഷം മുമ്പ് മാറിപ്പോയല്ലോ മോളെ ഇവിടുന്ന്. ആളിപ്പോ നിക്കുന്ന എവിടെയാണെന്നറിയോ? വല്ല നിക്കുന്ന കോണ്ടാക്ട് നമ്പർ വല്ല കിട്ടാൻ വഴിയുണ്ടോ? അതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല കൊച്ചേ. അല്ലെങ്കിൽ തന്നെ പുള്ളിക്കാരിവിടെ ആരുടെ മിണ്ടാറില്ല. മോളെ, ഈ ഡ്രസ്സ് കൊള്ളാമല്ലോ. കല്യാണ പെണ്ണിൻ്റെ കൂട്ടുണ്ട്. എന്താടോ? അയ്യോ സാറേ, ഞങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല. ആ കൊച്ചു വെറുതെ കരഞ്ഞോണ്ട് ഓടിയതാ. കല്യാണ പെണ്ണിനെ പോലെ ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് കരയേണ്ട കാര്യമുണ്ടോ? ഹലോ ഹലോ, നിന്നെ. എടോ, താനെന്ത് പരിപാടിയാണ് കാണിക്കുന്നത്? കേറിക്കേ. എനിക്കറിയില്ല ഏട്ടാ, എനിക്ക് ഇവിടെ ഒരു അന്വേഷിച്ച് വരാനുള്ള പ്ലാനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എങ്ങോട്ടെങ്കിലും പോവാൻ പോവാനി. എങ്ങോട്ടെങ്കിലും? കരയല്ലേ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. താനിപ്പോ കയറ്. ഒരു ഭാഗ്യമില്ലാത്ത പെണ്ണ, ജനിച്ചപ്പോ തൊട്ട് ഇങ്ങനെ. എടോ, ഇങ്ങനെ നടുറോട്ടി കിടന്ന് കരഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങനെ ചെറിയ കാര്യത്തിനൊക്കെ കരഞ്ഞാ ഇനി വലുതൊക്കെ വരുമ്പോ എന്ത് ചെയ്യും? അല്ല, ചെറിയ കാര്യമല്ല. എന്നാലും ഇനി ലൈഫിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ലല്ലോ. താനിപ്പോ ഒരു കാര്യം ചെയ്യും, വണ്ടി കയറി പ്ലീസ്. അല്ല, ഇത് ഇതുവരെയ്ക്കും കഴിഞ്ഞില്ലേ? പിന്നെയും താനെന്തിനാ കരയുന്നത്? തന്നോട് ഈ കുട്ടിയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടാക്കാനല്ലേ പറഞ്ഞത്? അല്ല സാറേ,
കുട്ടി ഇറങ്ങി ഓടിയപ്പോൾ ഇറങ്ങി ഓടിയോ? ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഈ ചേട്ടൻ എന്നെ ഹെൽപ്പ് ചെയ്തു. ആ എന്നാ കുഴപ്പമില്ല. ഈ മറ്റവനെ പറ്റി എന്തെങ്കിലും അറിഞ്ഞോ? പിന്നെ ഒരു അറിവുമില്ല. ഇപ്പൊ എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടാവും എന്റെ പേടി. ഏയ് അങ്ങനെയൊന്നുമില്ല. മോളെ നമുക്ക് നോക്കാം. സാർ ഇത്തവണ ഈ കുട്ടിയെ ഒന്ന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് ആക്കണം. ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകാൻ പോവാ. അതാ നല്ലത്. സാർ ഒരു കാര്യം ചെയ്യണം, മോളെ ബസ് സ്റ്റാൻഡ് വരെ ഒന്ന് ആക്കി കൊടുക്കണം. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സാർ എന്നെ വിളിക്കും. മോളൊരു കാര്യം ചെയ്യ്, മോളെ നമ്പർ എവന് കൊടു. വേണ്ട, യവൻ മോക്ക് എന്റെ നമ്പർ തരും. പറഞ്ഞുകൊടു. 95 94 200. ഓക്കെ, എന്നാ കയറിയാ. താങ്ക് യു സാർ. വാ പഠിക്കട്ടെ. വിട്. ഓക്കെ അല്ലേ? എടോ, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അറിഞ്ഞാൽ തൻ്റെ ഭംഗി കുറയും കേട്ടോ. അല്ല, ഈ ഡാർക്ക് സർക്കിൾസേ. അല്ലെങ്കിലും ഇങ്ങനെ കരയുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. നമ്മളിനി നെക്സ്റ്റ് എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് ആലോചിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഞാനൊക്കെ എന്തോരം കരയണമായിരുന്നു. ഇനി എന്താ പരിപാടി? ഇവിടെ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമുണ്ടോ? ഫുഡ് ആ, റെഡിയാക്കാം. സാർ എന്താ വേണ്ടേ? ആ, ഇവിടെ. ചേട്ടാ 4 പൊറോട്ട, 2 ബീഫ് ഫ്രൈ, പിന്നെ ചില്ലുംകൂടിലേക്ക് 2 ഉണ്ടപ്പൊരി, ഒരു ചായ. ശരി. ചേട്ടന് എനിക്ക് ഒരു ചായ മാത്രം മതി. ചേട്ടാ, ഈ ചേട്ടനൊരു ചായ. ഞാനേ ട്രാവലർ ഭയങ്കര ടയർഡായി പോയി. അതുകൊണ്ട് വല്ലാത്ത വിശപ്പ്. താങ്ക് യു. എങ്ങനെയുണ്ട്? കൊള്ളാം. വേണല്ലോ. ചേട്ടാ, ബില്ല് ഇപ്പോഴും സെറ്റേ. ഒരു പൊറോട്ടയും കൂടെ കഴിക്കായിരുന്നു. മൈദിയ ഹെൽത്തി അല്ല. നല്ല ചൂട് പൊറോട്ട. എന്തുപറ്റി? കഴിച്ചു. വാ വാ, ഇതിലെ വാ, ഇങ്ങോട്ട് പതുക്കെ. കറക്റ്റാ, കൊടുത്തു. കറക്റ്റാണ്.